ടാക്സ് ഇവേഷൻ നടക്കുന്നു, നമുക്ക് വേണ്ട IGST കൃത്യമായി കിട്ടുന്നില്ല. അതിൻ്റെ കൂടെ നമ്മൾ ഈ പറയുന്ന 3% സർക്കാർ ജീവനക്കാരെ 21 തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടോ ഇത് ചെയ്തത്. 2021 തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പാണ് ഈ ശമ്പള പരിഷ്കരണം നടത്തിയത്. അതൊരു ഇലക്ഷൻ സ്ട്രാറ്റജി പോലുമായിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ കെടുകാര്യസ്ഥതയുണ്ട്. ആ കെടുകാര്യസ്ഥത നമ്മളെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. അതിൻ്റെ അർത്ഥം കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് അവഗണന കാണിക്കുന്നില്ല എന്നല്ല, അതിനോടൊപ്പം തന്നെ സംസ്ഥാനം എടുക്കേണ്ട ഒരു ഒരു ഫിനാൻസ് മാനേജ്മെന്റ് ഉണ്ട്. ഫാർസൈറ്റഡ് ആയിട്ടുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ള ഒരു സാമ്പത്തിക നയം നമ്മൾ രൂപീകരിക്കേണ്ടതുണ്ട്. അവിടെ നമുക്ക് വീഴ്ചകൾ പറ്റുന്നുണ്ട്. ഉണ്ണി ബാലകൃഷ്ണൻ ഉന്നയിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ ജീവനക്കാർ 3% അതിൻ്റെ ബെനിഫിഷ്യറി ആകുമ്പോൾ ഈ ശമ്പള പരിഷ്കരണം 70%-ഓളം സർക്കാരിൻ്റെ ചെലവിൻ്റെ ഒരു വലിയ ഭാഗമാണ് എന്നാണ്. മാത്രമല്ല 5% ഉണ്ടായിരുന്ന വാറ്റ് പിന്നീട് 3% മാറുന്നത് ഗോൾഡിന്റെ കാര്യത്തിൽ. അതിലുള്ള കുറവും ഈ കണക്കിൽ വന്നിട്ടില്ല. നമുക്ക് ആ വിഷയങ്ങൾ 5% കേന്ദ്ര സർക്കാർ ആക്കുന്നത് കൊണ്ടാണല്ലോ ഇത് കുറയുന്നത്. അത് ഈ പ്രതിപക്ഷ നേതാവിൻ്റെയോ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ കണക്കിലും ഇല്ല.